വേദിയിൽ കവിയരങ്ങ് എന്ന സെഷനാണ് ആരംഭിക്കാൻ പോകുന്നത്. പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിനെ മനോഹരമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന പ്രഗത്ഭരായ മുഴുവൻ കവികളെയും കവയിത്രികളെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷൻ KR ടോണിയെ സ്വാഗതം ചെയ്യുന്നു. പരിപാടിക്ക് നന്ദി അറിയിക്കുന്ന മുനീർ OK അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഇതുപോലെ ഈ സദസ്സിനെ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കവിയരങ്ങിന് ആകെ 1 മണിക്കൂറാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. 13-14 പേരുണ്ട് കവിത വായിക്കാൻ. ഒരാൾക്ക് 5 മിനിറ്റ് കഷ്ടിച്ചേ കിട്ടുകയുള്ളൂ. അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഒരു വാക്ക് മാത്രമേ പറയുന്നുള്ളൂ. എനിക്ക് വടകര എന്ന പേര് എൻ്റെ ഓർമ്മയിൽ ആദ്യം വരുന്നത് ഇവിടെ അക്ബർ കക്കട്ടിൽ എന്നിവരായിട്ടുള്ള ഒരു എഴുത്തുകാരൻ വടകരയിൽ നിന്ന് പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഫോൺ വിളിക്കുന്നു എന്നിവരായിട്ട് ഒരു കഥ പണ്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അന്ന് വടകരയായിരുന്നു പുനത്തിൽ കുഞ്ഞബ്ദുള്ള താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ വലിയ സുഹൃത്തായിരുന്നു അക്ബർ കക്കട്ടിൽ. ആ ഒരു ഓർമ്മയാണ് എനിക്ക് വടകരയായിട്ട് ഉള്ളൊരു പഴയ ഓർമ്മ. ഞാൻ ആദ്യമായിട്ടാണ് കടത്തനാട്ട് സാഹിത്യോത്സവത്തിന് വരുന്നത്. അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. കവിത എന്ന് പറയുന്നത് ഒരു ഗുണപാഠം എഴുതലല്ല, മറിച്ച് പൊതുബോധത്തെ അട്ടിമറിക്കലാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാഷ്ട്രീയ ശരി എന്ന് പറയുന്നത് ഒരു പൊതുബോധമാണ്. ഇപ്പോൾ അമേരിക്ക ഗ്രീൻലാൻഡ് ആക്രമിക്കാൻ പോകുന്നതും വെനീസ്വലൻ പ്രസിഡൻറ്റിനെ തടവിലാക്കിയതും ലോക പോലീസായിട്ട് അമേരിക്ക പ്രവർത്തിക്കുന്നതും ഒക്കെ എല്ലാവർക്കും അറിയാം അത് തെറ്റാണെന്ന്. അതിനെപ്പറ്റി ഞാനൊരു കവിത എഴുതേണ്ട കാര്യമില്ല, പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും. അപ്പം മറ്റുള്ളവർക്ക് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യം കവിതയായിട്ട് എഴുതേണ്ട കാര്യമില്ല. മറിച്ച് ഈ രാഷ്ട്രീയ ശരിയല്ല കവിതയിൽ ശരി, കവിതയിൽ ശരിയാണ് കവിക്ക് രാഷ്ട്രീയ ശരിയായിട്ട് മാറേണ്ടത്. അപ്പോൾ അത് പൊതുബോധത്തെ അട്ടിമറിക്കും. പൊതുബോധത്തെ അട്ടിമറിക്കുമ്പോൾ പുതിയ ചരിത്രവും പുതിയ സൗന്ദര്യബോധവും ഉളവാകും എന്നാണ് കവിതയെ സംബന്ധിച്ചിട്ടുള്ള എൻ്റെ ഒരു നിലപാട്. കൂടുതലൊന്നും പറയുന്നില്ല. അധ്യക്ഷൻ എന്നുള്ള നിലയിൽ എന്തെങ്കിലും കവിതയെ പറ്റി പറയണ്ടേ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ്. ഇത് സമയം ഒരുപാടെടുക്കും ഇങ്ങനെയുള്ള ഏതെങ്കിലും ചർച്ചയിൽ ഞാൻ ചെന്ന് പെട്ടാൽ, അതുകൊണ്ട് അത് നിർത്തുകയാണ്. ഇവിടെ ആദ്യമായിട്ട് കവിത അവതരിപ്പിക്കാൻ സോമൻ കടലൂരിനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് അർജൻറ്റായിട്ട് കുറേ ദൂരേക്ക് എത്തേണ്ടതുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട KR ടോണി, മറ്റ് ബഹുമാനപ്പെട്ട കവികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. 5 മിനിറ്റാണ്, പക്ഷേ 1 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ചെറിയൊരു കവിത. നീ മരിച്ചാൽ ആ വിവരം ഞാൻ അറിയണമെന്നില്ല. അറിഞ്ഞാൽ തന്നെ ദൂരെയുള്ള നിൻ്റെ വീട്ടിലെത്തണമെന്നില്ല. എത്തിയാൽ തന്നെ നിന്നെ ഒന്ന് തൊടാൻ കഴിയണമെന്നില്ല. ഒന്ന് തൊട്ടാൽ തന്നെ പൊട്ടിക്കരയാൻ സാധിക്കണമെന്നില്ല. കരഞ്ഞാൽ തന്നെ ആർക്കും അത് മനസ്സിലാവണമെന്നില്ല. നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം, എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം, എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. നന്ദി, നമസ്കാരം. അടുത്തത് അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ തന്നെ ഒരു കവിത വായിക്കാം. അത് വായിക്കാൻ എല്ലാവരുടെയും സമ്മതത്തോടുകൂടിയിട്ട് അത് വായിക്കുന്നു. ആന എന്നുള്ളതാണ് കവിതയുടെ പേര്. ആന. ഒരു നാൾ ഉച്ചയ്ക്കൂണു കഴിഞ്ഞു കിടന്ന ഞാൻ ഉണരും നേരത്തൊരു ഗജമായി മാറിപ്പോയി. ഒരു നാൾ ഉച്ചയ്ക്കൂണ് കഴിഞ്ഞു കിടന്ന ഞാൻ ഉണരും നേരത്തൊരു ഗജമായി മാറിപ്പോയി. എങ്ങനെയാണെന്നറിയില്ല, നോണ്ട് ഒരു മട്ടിൽ തിങ്ങിയും ഞെരുങ്ങിയും മുറിക്കു പുറത്തെത്തി. 4 കാലിലായി വന്ന് നടയിലകത്തുള്ള നീല സോഫയിൽ
മൂടുകുത്തവേ നിലംപൊത്തി. എങ്ങനെയാണെന്നറിയില്ല നൂണ്ട് ഒരു മട്ടിൽ തിങ്ങിയും ഞെരുങ്ങിയും മുറിക്ക് പുറത്തെത്തി. നാലുകാലിലായി വന്ന് നടയിലകത്തുള്ള നീല സോഫയിൽ മൂടുകുത്തവേ നിലംപൊത്തി. ചായ ഗ്ലാസുമായി വന്നു ഭാര്യ. ആ പതിവ് പോൽ ഭാവശൂന്യയായി വാങ്ങി ഞാൻ അത് തുമ്പിക്കയ്യാൽ. ചായ ഗ്ലാസുമായി വന്നു ഭാര്യ. ആ പതിവ് പോൽ ഭാവശൂന്യയായി വാങ്ങി ഞാനത് തുമ്പിക്കയ്യാൽ. ഏതു ഭാഷയിലാണോ ഞാൻ എന്തോ പറഞ്ഞത് ബോധ്യമായിട്ടില്ലാത്ത പോൽ അവൾ മടങ്ങിപ്പോയി. ഞാൻ ഒരു വെറും സൗന്ദര്യാത്മക ഗജം മാത്രം എന്ന് അവൾ ഒരു പക്ഷേ ചിന്തിച്ചു പോയിട്ടുണ്ടാം. ഏത് ഭാഷയിലാണോ ഞാൻ എന്തോ പറഞ്ഞത് ബോധ്യമായിട്ടില്ലാത്ത പോൽ അവൾ മടങ്ങിപ്പോയി. ഞാനൊരു വെറും സൗന്ദര്യാത്മക ഗജം മാത്രം എന്നവൾ ഒരു പക്ഷേ ചിന്തിച്ചു പോയിട്ടുണ്ടാം. ഓർത്തു ഞാൻ ഗ്രിഗർ സാംസ പണ്ടിതേ വിധം താനോ ചാണകവണ്ടായി രൂപം മാറിയത് ഒരു വേള. ഓർത്തു ഞാൻ ഗ്രിഗർ സാംസ പണ്ടിതേ വിധം താനോ ചാണകവണ്ടായി രൂപം മാറിയതൊരു വേള. നോവലാണത്, പക്ഷേ ഇത് ജീവിതമല്ലേ. കേവലം ആകാൻ വയ്യ ഞാനൊരു കഥാപാത്രം. ഗതികേടിതിൽ പരമെന്തുള്ളൂ ജഗത്തിങ്കൽ. സ്വതവേ നിരാശനാമെൻ മനം മരവിപ്പു. നോവലാണത്, പക്ഷേ ഇത് ജീവിതമല്ലേ. കേവലമാകാൻ വയ്യ ഞാൻ ഒരു കഥാപാത്രം. ഗതികേടിതിൽ പരമെന്തുള്ളൂ ജഗത്തിങ്കൽ. സ്വതവേ നിരാശനാം എൻ മനം മരവിപ്പൂ. പതുക്കെ എഴുന്നേറ്റു മസ്തകം കുനിച്ചുകൊണ്ട് ഉദരം ചുരുക്കിയും ഉമ്മറം കടന്നപ്പോൾ എന്തിനു പറയുന്നു കൊമ്പ് എവിടെയോ തട്ടി ഹന്ത പൂമുഖം മൊത്തം ഇഷ്ടികക്കൂമ്പാരമായി. പതുക്കെ എഴുന്നേറ്റ് മസ്തകം കുനിച്ചുകൊണ്ട് ഉദരം ചുരുക്കിയും ഉമ്മറം കടന്നപ്പോൾ എന്തിനു പറയുന്നു കൊമ്പെവിടെയോ തട്ടി ഹന്ത പൂമുഖം മൊത്തം ഇഷ്ടികക്കൂമ്പാരമായി. തുമ്പിയാൽ പടിയുടെ കൊളുത്തു നീക്കിക്കൊണ്ട് സമ്പ്രതി സവാരിക്കായി നിരത്തിലിറങ്ങവേ തിരിഞ്ഞു നോക്കിയതൊന്ന് വീടുണ്ട് പഴയപോലെ. തിരിഞ്ഞീലൊന്നും സത്യം മിഥ്യയോ യാഥാർത്ഥ്യമോ. തുമ്പിയാൽ പടിയുടെ കൊളുത്തു നീക്കിക്കൊണ്ട് സമ്പ്രതി സവാരിക്കായി നിരത്തിലിറങ്ങവേ തിരിഞ്ഞു നോക്കിയതൊന്ന് വീടുണ്ട് പഴയപോലെ. തിരിഞ്ഞീലൊന്നും സത്യം മിഥ്യയോ യാഥാർത്ഥ്യമോ. ദുർവഹം ചിന്താഭാരം പട്ട തുമ്പിയിൽ പോലെ ദുർഗമസ്ഥാനങ്ങളിൽ പേറി ഞാൻ നടക്കുന്നു. ദുർവഹം ചിന്താഭാരം പട്ട തുമ്പിയിൽ പോലെ ദുർഗമസ്ഥാനങ്ങളിൽ പേറി ഞാൻ നടക്കുന്നു. കൂച്ചു ചങ്ങലയില്ല കൂടവേ പാപ്പാന്മാരും കൂടുതൽ സ്വാതന്ത്ര്യത്താൽ ശാപഗ്രസിതനായി. കൂച്ചു ചങ്ങലയില്ല കൂടവേ പാപ്പാന്മാരും കൂടുതൽ സ്വാതന്ത്ര്യത്താൽ ശാപഗ്രസിതനായി. സ്നേഹവ്യഗ്രതയില്ല നിഗ്രഹോത്സുകതയും. സ്നേഹവ്യഗ്രതയില്ല നിഗ്രഹോത്സുകതയും. വാഹനവ്യൂഹം എന്നെ ഒഴിഞ്ഞു പോയിടുന്നു. ആളുകൾ എന്നെ കണ്ട് കരുതി നിൽപ്പൂ. ചിലർ ആദരാൽ പഴക്കുല വച്ചു നീട്ടുന്നു നേരെ. ആളുകൾ എന്നെ കണ്ട് കരുതി നിൽപ്പൂ. ചിലർ ആദരാൽ പഴക്കുല വച്ചു നീട്ടുന്നു നേരെ. ഭക്തിയും വിഭക്തിയും ഒരുപോലെ ചതിക്കുമെന്ന്
ആരെയും ഗൗനിക്കാത്തൊരാനയായി ജീവിക്കാവൂ. ഭക്തിയും വിഭക്തിയും ഒരുപോൽ ചതിക്കുമെന്ന് ആരെയും ഗൗനിക്കാത്തൊരാനയായി ജീവിക്കാവൂ. എങ്കിലും സ്വയം ചെവി നുള്ളി നോക്കിയ നേരം നല്ല വേദനയുണ്ട്, സത്യമാണിപ്പോഴീ ഞാൻ. എങ്കിലും സ്വയം ചെവി നുള്ളി നോക്കിയ നേരം നല്ല വേദനയുണ്ട്, സത്യമാണിപ്പോഴീ ഞാൻ. നന്ദി. അടുത്തതായി മാധവൻ പുറച്ചേരിയെ ക്ഷണിക്കുന്നു. കവിത ഓച്ചിറയിലെ പെണ്ണുങ്ങൾ. പരപരാ വെളുക്കുമ്പം ഉണർന്നവർ, വെയിലുറക്കും മുമ്പ് അണ്ടിയാപ്പീസിലേക്ക് ഒക്കത്ത് കുഞ്ഞുങ്ങളുമായി വരിവരിയായി പോയവർ, കരച്ചിലിനും പിഴിച്ചലിനും നിന്നുകൊടുക്കാൻ വിസമ്മതിച്ചവർ, കിടാങ്ങളെ തൊട്ടിപ്പെരയിലാക്കി അണ്ടി തല്ലി പൊളിക്കുമ്പോഴും സങ്കടങ്ങളിലേക്ക് വഴുതി വീഴാതിരിക്കാൻ മാത്രം നെടുവീർപ്പിനെ മുറുകെ പിടിച്ചവർ, ഇടയ്ക്ക് ഓടി വന്ന് കുഞ്ഞിന് മുല കൊടുത്തവർ, തന്നെ നിന്നവർ, അണ്ടിക്കറ പൊള്ളിച്ച കൈകൾ ഉയർത്തി ഈങ്കുലാബ് വിളിച്ചവർ, ചരിത്രം കണ്ണടച്ചതിനാൽ മാത്രം വിപ്ലവകാരികളാകാതെ പോയവർ, ശൂരനാട്ടെ വിപ്ലവകാരികൾ, പുന്നപ്ര വയലാർ രക്തസാക്ഷികൾ, ഓച്ചിറയിലെ പെണ്ണുങ്ങൾ. അന്തിത്തിരക്കിൽ പീടിക വരാന്തയിൽ അരി, ഉപ്പ്, മല്ലി, മുളക്, ഉണക്ക്, ബാക്കി പൈസക്ക് മിഠായി എന്ന പല്ലവികളാൽ അലങ്കരിക്കുകയായിരുന്നില്ല, ഉശിരൻ മുദ്രാവാക്യങ്ങൾ ഉരുവിടുകയായിരുന്നു. ഒക്കത്ത് കുഞ്ഞിനെയും എടുത്ത് തലച്ചുമടുമായി കൂട്ടം കൂട്ടമായി കവലകളിൽ ഇടവഴികളിൽ ചറപറാന്ന് മിണ്ടിയും പറഞ്ഞും അന്തിമഴയായി പരന്നൊലിച്ചിറങ്ങും. തെറ്റിനെയും ഖേദത്തെയും വെളിച്ചമാക്കാൻ അറിയുന്നതിനാൽ മാത്രം പരബ്രഹ്മത്തെ അറിയുന്നവർ, ചരിത്രത്തിൽ ഇടമില്ലാത്തതിനാൽ മാഞ്ഞുപോയ കാൽപ്പാടുകൾ, ഉദാരമായ കൈകളാൽ ലോകത്തെ കെട്ടിപ്പുണർന്നവർ, ഉറച്ചിരിക്കാതെ ചലിച്ചിരുന്നതിനാൽ സമരത്തിലും കലഹത്തിലും അവർ തുറവിയുടെ സാക്ഷ്യം പറയും. അമ്പരപ്പിക്കുന്ന ഒരു നിസ്സാരതയിൽ അതിശയിപ്പിക്കും അവർ. വാർദ്ധക്യത്തിലും ആരെയും കൂസാതെ ഞാൻ ഓച്ചിറയ്ക്ക് പോകുമെടി എന്ന് തെര്യപ്പെടുത്തിയോർ, ഇഴകളായി പെയ്തിറങ്ങും മഴയിൽ ഇറങ്ങി നടക്കാൻ അറിയുന്നവർ, ഓച്ചിറയിലെ പെണ്ണുങ്ങൾ. നന്ദി, നമസ്കാരം. അടുത്ത കവിത വായിക്കാനായി MR രേണുകുമാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ ഏവർക്കും നമസ്കാരം. ഈ കടത്തനാടൻ സാഹിത്യ എന്നെ കവിത ചൊല്ലാൻ ക്ഷണിച്ചതിലുള്ള സന്തോഷവും അഭിമാനവും അറിയിക്കുന്നു. ഒപ്പം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവും നന്മയും പുതുവർഷ ആശംസകളുമൊക്കെ അറിയിക്കുന്നു. കവിതയിലേക്ക് കടക്കാം. കവിതയുടെ പേര് വെള്ളത്തിനടിയിലും മണ്ണിനടിയിലും. കൂട്ടമായി കുടിയൊഴിക്കപ്പെട്ടവരാകയാൽ ഞങ്ങൾ കൂട്ടമായാണ് പലായനം ചെയ്യുന്നതും സ്വപ്നം കാണുന്നതും. സ്വപ്നത്തിൻ്റെ ചരട് പിടിച്ചു മാത്രം എത്തിച്ചേരാനാവുന്ന ആഴങ്ങളിലായിപ്പോയി ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾ കുട്ടികൾ സ്ലേറ്റും പാഠപുസ്തകങ്ങളുമായി മീൻ കുഞ്ഞുങ്ങളെപ്പോലെ പറ്റം പറ്റമായി നീന്തിത്തുടിച്ച് സ്കൂളിലേക്ക് പോകുന്നു. ആമ്പൽ വള്ളി പൊട്ടിച്ച് മാലയാക്കി തമ്മിൽ ചാർത്തുന്നു. ചുണ്ണാമ്പ് പൂ മുടിയിൽ തിരുകുന്നു. ജലപ്പടവുകളിലിരുന്നു കാട്ടുനെല്ലിക്ക തിന്നുന്നു. ഞങ്ങൾ കൗമാരം പിന്നിട്ടവർ
ഓരോ ഇടങ്ങളിൽ അവരുടെ ഇണകൾ കൂടി എത്താനായി കാത്തു നിൽക്കുന്നു. ഇണയോടൊത്തു മരം ചാരി മരത്തിൻ്റെ മറവിലിരിക്കുന്നു. മാറി മാറി മടിയിൽ കിടക്കുന്നു. താഴ്വരയിലൂടെ ഉരുണ്ട് വള്ളിപ്പടർപ്പുകളുടെ കരിമ്പച്ചയിലേക്ക് മുങ്ങിത്താഴുന്നു. ഞങ്ങൾ പെണ്ണുങ്ങൾ ഞങ്ങളുടെ ആണുങ്ങളോടൊപ്പം ഈറ്റ വെട്ടാൻ പോകുന്നു, തേനെടുക്കാൻ പോകുന്നു, കായ്കനികൾ കഴിക്കുന്നു, വിയർക്കുമ്പോൾ വിശ്രമിക്കുന്നു. ചുണ്ടിലെ തേൻ തമ്മിലുണ്ട് ഇഞ്ചോടിഞ്ച് ഉടൽ തീ കെടുത്തി പാറപ്പുറത്ത് മയങ്ങുന്നു. ഞങ്ങളുടെ അമ്മമാരും ഞങ്ങളുടെ അപ്പന്മാരും ഇടകലർന്ന് വട്ടത്തിൽ നിന്ന് ചുവട് വെക്കുന്നു. ആള് കൂടുന്തോറും വട്ടം വലുതാകുന്നു. പാട്ട് മുറുകുന്തോറും കൊട്ട് പെരുകുന്നു. ഒരാൾ കൊഴിയുമ്പോൾ 2 പേർ മുളയ്ക്കുന്നു. വിട്ടുപോരാൻ മടിച്ച് വീടിനെ പുണർന്ന്, മരത്തെ പുണർന്ന്, മണ്ണിനെ പുണർന്ന്, തമ്മിൽ പുണർന്ന്, ജലത്താൽ മൂടപ്പെട്ടവരെല്ലാം ഇപ്പോഴും ആഴങ്ങളിൽ ജീവിക്കുന്നുണ്ടാവാം. ശരിക്കും മരിച്ചുപോയവർ കുടിയൊഴിഞ്ഞവരാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞങ്ങളുടെ ജീവിതത്തെ മുക്കിയ വെള്ളത്തിന്മീതെ കൊട്ടവഞ്ചികളിൽ, മോട്ടോർ ബോട്ടിൽ കാഴ്ചകൾ കണ്ട് ഉല്ലസിക്കുന്നു. നിങ്ങളുടെ ജീവിതം വെള്ളത്തിനു മീതെയും മണ്ണിനു മീതെയും കണ്ടെത്തുന്നു. ഞങ്ങളുടെ ജീവിതം വെള്ളത്തിനടിയിലും മണ്ണിനടിയിലും കണ്ടെത്താൻ വിധിക്കപ്പെടുന്നു. അഥവാ ഞങ്ങൾ സ്വപ്നങ്ങളിൽ ജീവിക്കുന്നു. താങ്ക് യു. ദിവാകരൻ വിഷ്ണുമംഗലത്തെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. 2ാമത്തെ പ്രാവശ്യമാണ് കടത്തനാട്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വരുന്നത്. അതിനെ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. 2 മഹാകവികളെ സ്മരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഒന്ന്, 35 വർഷം മുമ്പ് MT വാസുദേവൻ നായരുടെ കയ്യിൽ നിന്ന് കവിതയ്ക്ക് ആദ്യത്തെ അവാർഡ് ഈ വടകരയിൽ വെച്ച് അത് VT കുമാരൻ മാസ്റ്ററുടെ പേരിലായിരുന്നു. അന്ന് താമരപ്പൂക്കൾ വാടും താമരക്കുരു നിൽക്കും എന്ന് പാടിയ വോൾഗയിലെ താമരപ്പൂക്കൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പാടി. മറ്റൊരു കവി, മലയാളത്തിലെ ബാലാമണി അമ്മയ്ക്കൊപ്പം നിൽക്കാവുന്ന മറ്റൊരു കവി കടത്തനാട്ട് മാധവി അമ്മ. ചേർക്കുണ്ടിൽ താഴ്ത്തുമീ തൂവിരിൽ തുമ്പത്രേ നാട്ടിൻ്റെ നന്മകൾ നെയ്തെടുപ്പു എന്ന് പാടിയ കടത്തനാട്ട് മാധവി അമ്മ. ഈ 2 കവികളെയും സ്മരിച്ചുകൊണ്ട് എൻ്റെ ഏറ്റവും പുതിയൊരു കവിത മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വന്ന കവിത അവതരിപ്പിക്കുന്നു. കവിതയുടെ പേര് ജീവഭാഷ. ജീവഭാഷ. മുറ്റത്തു തെങ്ങിൻ ചോട്ടിൽ കൊത്തിപ്പെറുക്കാനെത്തും നിത്യമാ കാക്കക്കൂട്ടം എന്നടുക്കളപ്പുറം. തെറ്റാതെ അവൾ നൽകും ഭക്ഷണത്തിനായി വന്നു ചിക്കുന്നു, ചികയുന്നു വറ്റാർന്ന ചെളിപ്പാടം. മുറ്റത്തു തെങ്ങിൻ ചോട്ടിൽ കൊത്തിപ്പെറുക്കാനെത്തും നിത്യം ആ കാക്കക്കൂട്ടം എന്നടുക്കളപ്പുറം. തെറ്റാതെ അവൾ നൽകും ഭക്ഷണത്തിനായി വന്നു ചിക്കുന്നു, ചികയുന്നു വറ്റാർന്ന ചെളിപ്പാടം. വ്യക്തമായി അറിയുന്നിതവൾക്കീ തിര്യക്കുകൾ ഹൃത്തിൽ നിന്നുതിർക്കുന്ന വാക്കും അർത്ഥവുമെല്ലാം. മീൻ മുറിക്കുമ്പോൾ മുന്നിൽ വാലാട്ടിയെത്തും കുഞ്ഞുപൂച്ചതൻ മിടിപ്പുകൾ. മ്യാവൂവെന്നാന്തോളനം കാലിലായി മൃദുരോമ വാലുരസുമ്പോൾ മെല്ലെ ആ മുഖമമർത്തുമ്പോൾ കുറുകിക്കുണുങ്ങുമ്പോൾ കാണും ആ കണ്ണിൽ മിന്നും ദീനത ആഹ്ലാദവും. കാരണമില്ലാ കാര്യം ഒക്കെയും കാണാപ്പാഠം. അറിയാം അവൾക്കെല്ലാം പെരുകും കാക്കക്കൂട്ടം നിവരും മരക്കൊമ്പിന്നുച്ചിയിൽ ക്രാവും സ്വരം.
അറിയാം അവൾക്കെല്ലാം. പെരുകും കാക്കക്കൂട്ടം നിവരും മരക്കൊമ്പിനുച്ചിയിൽ ക്രാവും സ്വരം. ദൂരെ നിന്നെത്തും നേരം കുരച്ചു മുന്നിൽ വന്നു കേറും ആ നായ്ക്കുട്ടിതൻ സ്നേഹാതിരേകം. പിന്നെ പുല്ലിൻ്റെ കയത്തിൽ നിന്ന് അട്ടിയൊന്നെടുത്ത് അതിൻ വല്ലത്തിലിടും നേരം നക്കുന്ന പയ്യൻ സ്നേഹം. താൻ മൂളും നാദം ഏറ്റു ചൊല്ലും പൈങ്കിളിക്കായി. കൂട്ടിലേക്കൊരു പഴം നീട്ടുമ്പോൾ കേൾക്കും ഗാനം. കൊക്കരിക്കുമാ കോഴിയോതുന്ന സ്വകാര്യങ്ങൾ. പരുന്തിൻ കറക്കങ്ങൾ പടർത്തും ഭയാരവം. കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിലായി രക്ഷിക്കുമ്പോൾ പകച്ചു പതുങ്ങുമ്പോൾ പറയും പായാരങ്ങൾ. കഴുകിയൊഴിക്കുന്ന വെള്ളവും വളവുമായി വളരും ചെടികൾ തന്നാമ്പുകൾ കിളിർക്കുമ്പോൾ തൊടിയിൽ താൻ നട്ടൊരു പൂച്ചെടിക്കൊമ്പിൽ നറുമണവും തൂകിക്കൊണ്ടു പൂമൊട്ടു വിടരുമ്പോൾ കാന്താരിമുളകിൻ്റെ തളിർപ്പിന്നെരി. നീളെ കറിക്കായി നാടൻ വെണ്ട വെള്ളരി വഴുതിന പടവലങ്ങ കയ്പയൊക്കെയും കണിവയ്ക്ക്. വെടിപ്പായരിഞ്ഞേറ്റമെരിയും പുകയേറ്റു കറിയും ചോറും വയ്ക്ക്. വിശപ്പിൻ വിളി കേൾക്കെ നിരന്ന തീന്മേശയിൽ വിളമ്പുന്നേരം ചാരേ തിന്നുവാനെത്തും മുഖത്തെന്നെന്നും വിരിയാത്ത മന്ദഹാസമായി നന്ദി നിവരാത്തതാം വാക്കിൻ ധ്വനിയെല്ലാമേ. വിശപ്പിൻ വിളി കേൾക്കെ നിരന്ന തീന്മേശയിൽ വിളമ്പുന്നേരം ചാരെ തിന്നുവാനെത്തും മുഖത്തെന്നെന്നും വിരിയാത്ത മന്ദഹാസമായി നന്ദി നിവരാത്തതാം വാക്കിൻ ധ്വനി എല്ലാമേ ഇവ മനസ്സിൽ ചൊരിയുന്നു. പറയാനാവാ സ്നേഹസാന്ത്വന സ്പർശാശ്ലേഷം. പറയാനാവാ സ്നേഹസാന്ത്വന സ്പർശാശ്ലേഷം. അക്ഷണം മറയുന്നിതവൾക്കു മനസ്സിലായി തിക്കുന്ന കാർമേഘങ്ങൾ. അക്ഷണം മറയുന്നിതവൾക്കു മനസ്സിലായി തിക്കുന്ന കാർമേഘങ്ങൾ മഴയായി മഴവില്ലായി അറിയുന്നവൾ നിത്യജീവിതം പുഷ്പിക്കുന്ന നിറഭേദങ്ങൾ. മണ്ണിൻ ജീവഭാഷ തൻ ആഴം അറിയുന്നവൾ നിത്യജീവിതം പുഷ്പിക്കുന്ന നിറഭേദങ്ങൾ. മണ്ണിൻ ജീവഭാഷ തൻ ആഴം. മണ്ണിൻ ജീവഭാഷ തൻ ആഴം. നന്ദി. അടുത്തത് അമ്മു ദീപ. ഹലോ, ഇവിടെ വായിക്കുന്ന കവിത ഒരു ആങ്സൈറ്റി കാലത്ത് എഴുതിയിട്ടുള്ള കവിതയാണ്. ചെറിയൊരു കവിത. കവിതയുടെ പേര് ചായ സൽക്കാരം. എൻ്റെ സമൃദ്ധമായ ഉറക്കം ആരോ കവർന്നുകൊണ്ടിരുന്നു. പ്രതലങ്ങളും ചെരിവുകളും ഉണ്ടായിരുന്ന ഉറക്കം. ഇരുണ്ടഗാധമായ താഴ്വരയാകെ നീലപ്പൂക്കൾ മൂടുമ്പോൾ കോളിംഗ് ബെൽ അടിച്ചു. തീന്മേശമേൽ ചായക്കപ്പുകൾ അനന്തമായി. നിന്റെ എല്ലാ ഭയങ്ങളും ഈ ചായക്കപ്പുകളിൽ തുടങ്ങുന്നു. കൂജകളുടെ തുമ്പിക്കൈയിലൂടെ ചായ ഒഴുകി. ചിഹ്നം വിളിച്ചുകൊണ്ട് കൂജകൾ കാടിളക്കി നടക്കുന്നു. ഇനി ഇവിടമാകെ ചെളിക്കൂമ്പാരമാകും. കൂജകൾക്ക് അതൊരാനന്ദം. കപ്പുകളും മോശമല്ല. വേനലിനു വേണ്ടിയുള്ള എൻ്റെ ഉള്ളം കൈദാഹം വൃഥാവിലാണ് ആത്മസഖി. അവൾ നെക്സിറ്റോ പ്ലസ് ശീതം പൊങ്ങുന്ന മഞ്ഞുനൈറ്റിയിട്ട് മട്ടുപ്പാവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവൾക്കിപ്പോൾ പൂക്കളെപ്പോലും ഭയമാണല്ലോ. വിസ്താരമേറിയ അതിഥി മുറിയിൽ വാരിക്കുഴികളൊരുക്കി ഞാൻ വീട് പൂട്ടിയിറങ്ങി. പുറത്ത് മഴ ചാറി.
കൃഷ്ണ തുളസിക്കൊമ്പിൽ കൂമൻ്റെ തുപ്പൽ ഒലിക്കുന്നു. പുറത്ത് മഴ ചാറി. കൃഷ്ണ തുളസിക്കൊമ്പിൽ കൂമൻ്റെ തുപ്പൽ ഒലിക്കുന്നു. താങ്ക് യു. അടുത്തതായി ചിത്തിര കുസുമൻ. നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് കടത്തനാട്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വരുന്നത്. വലിയ സന്തോഷം ഇവിടെ ഉള്ളതിൽ. അമ്മ കിടക്കയിൽ നിറയെ ചിലന്തിയുടെ കുഞ്ഞുങ്ങളാണ്. അതിനു മുൻപ് ഉറുമ്പുകളെ കണ്ടു തുടങ്ങിയപ്പോഴേ അമ്മ പറഞ്ഞിരുന്നു, ശ്രദ്ധിച്ചോളൂ, ഇനി ചിലന്തി കുഞ്ഞുങ്ങളാണ് വരാൻ പോകുന്നതെന്ന്. അതിനു മുൻപ് ഉറുമ്പുകളെ കണ്ടു തുടങ്ങിയപ്പോഴേ അമ്മ പറഞ്ഞിരുന്നു, ശ്രദ്ധിച്ചോളൂ, ഇനി ചിലന്തി കുഞ്ഞുങ്ങളാണ് വരാൻ പോകുന്നതെന്ന്. അമ്മമാർക്ക് ഒരുമാതിരി എല്ലാ കാര്യങ്ങളും അറിയാം. ഏത് പടിയിലാണ് തട്ടി വീഴാൻ പോകുന്നതെന്ന് മുതൽ ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായും എവിടെയാണ് വേദനിക്കുന്നതെന്ന് വരെ അമ്മമാർക്ക് ഒരുമാതിരി എല്ലാ കാര്യങ്ങളും അറിയാം. ഏത് പടിയിലാണ് തട്ടി വീഴാൻ പോകുന്നതെന്ന് മുതൽ ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായും എവിടെയാണ് വേദനിക്കുന്നതെന്ന് വരെ. ഇത് പുരട്ടിക്കോളൂ. മുറിക്കുള്ളിൽ ചുരുണ്ടു കിടക്കുന്ന കിടപ്പിലേക്ക് ഒരു ബാം നീട്ടിക്കൊണ്ട് അവർ പറയും. നിങ്ങളെ ആര് എന്താണ് ചെയ്തതെന്ന് അവർ ചോദിക്കാനേ പോകുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെന്നും അതിന് ഒരു തൊടൽ ആവശ്യമുണ്ടെന്നും അവർക്കറിയാം. പറഞ്ഞു വന്നത് ചിലന്തിയുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചാണ്. അവ വരും മുൻപേ അമ്മ പറഞ്ഞിരുന്നു, ശ്രദ്ധിച്ചോളൂ, അവ വരുമെന്ന്. കിടക്കയുടെ ഏതരികിലേക്ക് നീങ്ങിക്കിടന്നാലും എന്നെ ഉറുമ്പ് കടിക്കുന്നുണ്ട്. കിടക്കയുടെ ഏതരികിലേക്ക് നീങ്ങിക്കിടന്നാലും എന്നെ ഉറുമ്പ് കടിക്കുന്നുണ്ട്. അതെനിക്ക് പരിചിതമായ ഒന്നായതുകൊണ്ട് എന്നെ അത് അസ്വസ്ഥതപ്പെടുത്തുന്നില്ല. 2 വിരൽ കൊണ്ട് തിരുമ്മിക്കളഞ്ഞാൽ തീരാവുന്ന ശല്യമാണത്. പക്ഷെ ചിലന്തിയുടെ കുഞ്ഞുങ്ങൾ നിരനിരയായിട്ടുമൊന്നുമല്ല, കൃത്യമായും എങ്ങോട്ടെന്നില്ലാതെ ഒരിനം തെന്നിപ്പോക്കാണ് അവരുടേത്. ഇടയ്ക്കിടെ ചെറുതായൊന്ന് ചാടുകയും ചെയ്യുന്നുണ്ട്. നിരനിരയായിട്ടൊന്നുമല്ല, കൃത്യമായും എങ്ങോട്ടെന്നില്ലാത്ത ഒരിനം തെന്നിപ്പോക്കാണ് അവരുടേത്. ഇടയ്ക്കിടെ ചെറുതായൊന്ന് ചാടുകയും ചെയ്യുന്നുണ്ട്. കട്ടിലിനടിയിലെങ്ങാനും വലിയ വെളുത്ത പഞ്ഞിക്കൂട്ടിൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കൂട്ടുന്ന അമ്മച്ചിലന്തിയാണ് എന്നെ കുഴപ്പത്തിലാക്കുന്നത്. കട്ടിലിനടിയിലെങ്ങാനും വലിയ വെളുത്ത പഞ്ഞിക്കൂട്ടിൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കൂട്ടുന്ന അമ്മച്ചിലന്തിയാണ് എന്നെ കുഴപ്പത്തിലാക്കുന്നത്. അമ്മമാർക്ക് ഒരുമാതിരി എല്ലാ കാര്യങ്ങളും അറിയാമെന്നിരിക്കെ ഞാനിവയെ കുടഞ്ഞു കളയുകയോ എന്തെങ്കിലും കൊണ്ട് അരച്ചു കളയുകയോ ചെയ്യില്ല എന്ന് ആ ചിലന്തി വിശ്വസിക്കുന്നുണ്ടാകുമോ? അമ്മമാർക്ക് ഒരുമാതിരി എല്ലാ കാര്യങ്ങളും അറിയാമെന്നിരിക്കെ ഞാനിവയെ കുടഞ്ഞു കളയുകയോ എന്തെങ്കിലും കൊണ്ട് അരച്ചു കളയുകയോ ചെയ്യില്ല എന്ന് ആ ചിലന്തി വിശ്വസിക്കുന്നുണ്ടാകുമോ? ശ്രദ്ധിച്ചോളൂ, അമ്മ എന്നോട് പറയുന്നുണ്ട്. പഞ്ഞിക്കൂട്ടിൽ നിന്നിറങ്ങി ചിതറിപ്പോകുന്ന കുഞ്ഞുങ്ങളോട് അങ്ങനെ തന്നെ ആകുമോ എല്ലാ അമ്മമാരും പറയുന്നുണ്ടാവുക? നന്ദി. അടുത്തതായി എസ് കലേഷ്. എല്ലാവർക്കും നമസ്കാരം. കവിതയുടെ പേര് കിഴക്കത്തി. എൻ്റെ അമ്മൂമ്മ ആദ്യമായി ഓറഞ്ച് കഴിച്ചത് 40-ാം വയസ്സിൽ. നേരം വെളുക്കെ വിരിപ്പ് പാടം കൊയ്യാൻ സൂര്യനെതിരെ നടന്നവൾ. ഒരുവൾ ഇരുവളായി, ഇരുവൾ പലവളായി, കരങ്ങൾ അരിവാളായി. വഴിമാറി നടക്കേണ്ടവർക്കും വഴികൾ തുറന്നിട്ട കാലമായെങ്കിലും തോടുകൾ കടന്ന് പാത്തികൾ നീന്തി കൈതോലകൾ വകഞ്ഞ് പച്ചയെ പകുത്തുപായും തീവണ്ടിപ്പാതയും കടന്ന് പടിഞ്ഞാറൻ മണ്ണിലിറങ്ങി കിഴക്കൻ പെണ്ണുങ്ങൾ. തലകുനിച്ചും തണ്ടല്ലു വളച്ചും ചുവടെടുത്തവർ അരിവാൾ വീശി തീപ്പൊരി ചിതറി. വിളഞ്ഞ വയലുകൾ കറ്റകളായി കളത്തിലെത്തി കച്ചികളായി തൂവേറിയ നാൾ. അവൾ പറഞ്ഞു, കണ്ണു നിറയെ തീവണ്ടി കണ്ടിട്ട് പോയാ മതി. ചേർന്നിരുന്നിട്ടും ചേരാത്ത മനുഷ്യർ ഉതറിയകന്നും ഉലഞ്ഞടുത്തും ഉരുക്കുപാതകളെ വിറപ്പിച്ചു വന്നു. തീയുരുട്ടും വണ്ടി കണ്ടവർ, വണ്ടി അവരെയും. അവിചാരിതം ജനലിൽ ഒരാൾ കൈവീശി. ആ കയ്യിൽ തുരുതുരെ ഉതിർന്നു ഓറഞ്ചുകൾ. ചേറിലും
ചെളിയിലും വന്നു വീണത് കഴുകി തോലടർത്തി അല്ലികൾ വീതിച്ചു തിന്നു. കനിയുടെ പേരറിയില്ല, പൊഴിച്ചിട്ട മുഖം പതിഞ്ഞില്ല കണ്ണിൽ. ആണ്ടുകൾ കടന്ന് ഓർമ്മ ഇരുദിശകളിലേക്ക് സമയധൂളികളായിഴയും പകൽ. അവളുടെ നാവിൽ ഓറഞ്ച് എന്ന പേര് ആദ്യമായി പതിയുന്നത് ഞാൻ കണ്ടു. എൻ്റെ 40-ാം വയസ്സിലെ ഒരു സായാഹ്നം അതേ വയൽ മുറിക്കും തീവണ്ടിയിൽ ചാഞ്ഞിരുന്ന് ചൂളം കുത്തി. പുറത്ത് വരമ്പത്ത് ഗതിവേഗത്തിനൊപ്പം ഒരു കുട്ടി കുറച്ചു ദൂരം കുതിക്കുന്നതും പിന്മടങ്ങുന്നതും കണ്ടു. അവനുമീതെ ചിറകടിക്കും കിളികളുടെ ഊറ്റം, കിളികൾക്കുമേലെ പടരുന്ന കാർകൊണ്ടൽ, കൊണ്ടൽ തുളച്ചതിരുകൾ കടക്കും തീച്ചിറകൻ പക്ഷികൾ. രണ്ടുപേർ ചെന്നെത്തേണ്ട ഇടം ഒരിടമെങ്കിലും അവരുടെ പാതയും വേഗവും ഒന്നല്ല. ചരിത്രം തുറന്നിട്ട വഴികളൊന്നും തുറന്ന വഴികളല്ല. വേഗത വേറുകൃത്യങ്ങളാൽ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. വർഷങ്ങൾക്കു പിറകിൽ ഹൃദയം മരവിച്ചും കലഹിച്ചും കനപ്പെട്ട കൈകൾ, കല്ലിൽ കൊത്തിയെടുത്ത ചലന നിയമങ്ങൾ ഒരു കൂട്ടത്താൽ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പുറത്തേക്ക് നോക്കി കണ്ണടച്ചു തുറന്നു. തവിട്ടു സൂര്യൻ രശ്മികളെന്ന മട്ടിൽ ഓറഞ്ച് തോലുകൾ വയലിൽ വിതയ്ക്കുന്നു. എനിക്ക് അമ്മൂമ്മയെ ഓർമ്മ വന്നു. കിഴക്കുനിന്ന് പടിഞ്ഞാറേക്ക് നടന്ന് കൊയ്യാൻ വന്നവളെ, വിത്തിൽ വിയർക്കാത്തവരുടെ അറകൾ സ്വർണം നിറച്ചവളെ, അക്കാലം കത്തിച്ചാരമായിട്ടും ചീറുന്ന വണ്ടി കണ്ട് മതിവരാതെ ചേറിൽ പുതഞ്ഞു നിൽക്കുന്നു നിങ്ങൾ. പാടമുണ്ടെങ്കിലും പാടത്തേക്കില്ല ഞാൻ. മുടിവേരുകൾക്കിടെ തറഞ്ഞ പതിരുകൾ കുടഞ്ഞെറിഞ്ഞിട്ടുണ്ട്. പൊത്തകളിലെ ചേറ് ഉപ്പൂറ്റി ഉരച്ച് വെടിപ്പാക്കിയിട്ടുണ്ട്. കനികൾ വിളയും മരങ്ങൾ കവിതയിൽ വളരുന്നുണ്ട്. വരുന്നുണ്ട് വിളവെടുപ്പിൻ്റെ മറ്റൊരു കാലം. അതിരാവിലെ ഞെട്ടി എഴുന്നേറ്റ് മണ്ണിൽ ഉറങ്ങുന്നവരെ തട്ടിയുണർത്തി കിഴക്കെത്തി നിങ്ങൾ വരണം. വീടുകളായ വീടുകളെല്ലാം വിളവെടുത്ത് നിറയ്ക്കണം. വാതിലിലൂടെ, ജനലിലൂടെ, വാതായനങ്ങളിലൂടെ കനികൾ പുറത്തേക്ക് തെറിച്ചുരുണ്ടു പോകും മട്ടിൽ നമ്മുടെ മുറികൾ കവിയണം. നന്ദി. അടുത്തത് ധന്യ വേങ്ങച്ചേരി. ഹലോ, ഈ ഒരു സാഹിത്യ സദസ്സിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കവിത ഉടുങ്കലത്തെ കുപ്പായം. ഇനി പഠിപ്പിക്കണതുകൊണ്ട് പണ്ട് ടീച്ചർ ചോക്കറുത് ബോർഡിട്ട് ബരയനക തിരമാല മാതിരി ബർത്തടങ്ക് പോക് പുസ്തകം മകിടുകണ കൂറ്റ് കാട്ടുമുല്ലത്തൈ അറുകറുകെ കൊള്ളി ചിമ്പത് നിന്ദിപ്പിക്കണ മാതിരി ആള ഈള ഊള മയ്യറുത് പുസ്തക കൊണ്ടിട്ട് ജീയനക അതൊഞ്ചില എന്നേറ്റുണ്ടേരി ആ ഉറക ഈ ഉറക ഒളിത്ത് തെക്കുക എന്ന മിന്നറ് കൊള്ളി മയ്യ് അള്ളേന് പെയ്ത് ചിക്കണ അടുപ്പ് കല്ല് മാതിരി ഉറതുണ്ടാക് ആള ഈള ഊള ടീച്ചർ ചോനപ്പേനെ നകല് ചൂതാല് മാടിറ്റ്
ഹലോ 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 ചെക്ക് ചെക്ക് ഹലോ 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 കുഞ്ഞിന് കുപ്പായമായിരിക്കുന്ന എൻ്റെ ആയും ഈയും ഓവും അതാ പോകുന്നു തോട് കടന്ന് കുഞ്ഞമ്മയ്ക്കൊപ്പം, അതാ പോകുന്നു തോട് കടന്ന് കുഞ്ഞമ്മയ്ക്കൊപ്പം. നന്ദി. MR വിഷ്ണുപ്രസാദ്. പ്രിയമുള്ളവരെ, ആദ്യമായിട്ടാണ് കടത്തനാട് ലിറ്റ് ഫെസ്റ്റിന് പങ്കെടുക്കുന്നത്. അപ്പോൾ വളരെ പ്രിയപ്പെട്ട കവികൾക്കൊപ്പം മാത്രമല്ല വടകരയിലെ സാഹിത്യ പ്രേമികളായ മനുഷ്യർക്ക് മുന്നിൽ കവിത ചൊല്ലാൻ കിട്ടിയ അല്ലെങ്കിൽ അതിന് അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ചൊല്ലുന്ന കവിതയുടെ പേര് ഇല്ല എന്നാണ്. ഇത് നമ്മൾ ഈ നാട്ടിൽ താമസിക്കുമ്പം നമ്മുടെ നാട്ടിലെ എല്ലാ വീടുകളും നമുക്ക് ചിലപ്പോൾ പരിചയമുണ്ട് എന്ന് വരില്ല. ചില വീടുകൾ എൻ്റെ കുട്ടിക്കാലത്ത് ഈ വീടെനിക്ക് ഇതുവരെ പരിചയമില്ലല്ലോ, ഇത്ര നാളും ഈ നാട്ടിൽ താമസിച്ചിട്ട് എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. ആ വീട്ടിൽ ആരാണ് താമസിക്കുന്നതെന്നോ അത്തരത്തിൽ ചില ദുരൂഹതകളോ അല്ലെങ്കിൽ നമ്മളുടെ അറിവില്ലായ്മയോ അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റാത്തതോ ആയ ചില ഇടങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ കവിത ഉണ്ടായത്. ഈ കവിതയുടെ പേര് ഇല്ല. അപ്പുറത്തെ വീട്ടിൽ ആരാണ് താമസിക്കുന്നതെന്ന് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. അവിടെയുള്ളവർ ആണുങ്ങളോ പെണ്ണുങ്ങളോ അതിനേക്കാൾ മനുഷ്യപ്പറ്റുള്ള വിസ്മയങ്ങളെന്നോ അറിവില്ല. രാത്രി നേരങ്ങളിൽ ആരോ കുളിക്കുന്നതിൻ്റെ ഒച്ച കേൾക്കാം. ഓർമ്മകൾ പായുന്ന വിരലറ്റത്ത് കുമിളകൾ പൊട്ടുന്നു. ആളൊഴിഞ്ഞ മുറ്റത്തെ കരിയിലകളിൽ കാറ്റിൻ്റെ ശബ്ദമുള്ള കിളികൾ ഇതുവരെ വായിക്കാത്ത പുസ്തകം വെറുതെ തുറന്നു. അപ്പുറത്തെ വീട്ടിൽ ആരോ പെറ്റു വീണിരിക്കുന്നു. കാഴ്ച വസ്തുവായി സൂക്ഷിച്ചിരുന്ന കോപ്പയിൽ ആദ്യമായി ചായ കുടിച്ചപ്പോൾ എല്ലാ പുരാണങ്ങളും അവസാനിച്ചു. പഴക്കമേറെയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന പുതിയ സാമാനങ്ങൾ വീടിനെ അലങ്കരിക്കാൻ തുടങ്ങി. ചായ കൊണ്ട് തീരാവുന്ന ദാഹമല്ലായിരുന്നു അത്. പകൽ നേരങ്ങളിൽ അപ്പുറത്തെ വീട്ടിൽ എൻ്റെ കുട്ടിക്കാലം കിലുങ്ങുന്നു. സ്ക്രീനിൽ തെളിഞ്ഞ രാത്രിയിൽ ഉറക്കമറ്റ കണ്ണുകൾ കൊണ്ട് അമ്പിളിക്കല കണ്ടിരുന്നു. ഒരിക്കലും തുറക്കാത്ത ഫോൾഡറിൽ അപ്പുറത്തെ വീടുണ്ടായിരുന്നു. 4-ാം വയസ്സിൽ കുളിമുറിയിൽ മറിഞ്ഞു വീണതിൻ്റെ വീഡിയോ ഛർദ്ദിച്ചത് ആരാകും? 4-ാം വയസ്സിൽ കുളിമുറിയിൽ മറിഞ്ഞു വീണതിൻ്റെ വീഡിയോ ഛർദ്ദിച്ചത് ആരാകും? വേദനയില്ലാത്ത വീഴ്ചകൾക്ക് വാവിട്ട് കരഞ്ഞത് ഓർമ്മയുണ്ട്. തെന്നി വീണതിൻ്റെ വീഡിയോ മരണം വരെയും ഞാൻ തുറക്കുമെന്ന് തോന്നുന്നില്ല. മുറിഞ്ഞ പുഞ്ചിരിയോടെ ലാപ്ടോപ്പ് അടച്ചു വെച്ചു. എറിഞ്ഞുടച്ച കളിക്കോപ്പിൻ്റെ കഷ്ണങ്ങൾ അപ്പുറത്തെ വീടിൻ്റെ തറയിൽ മഴക്കാലമായി വീഴുന്നത് കേട്ടു. ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും പരിചയപ്പെടുന്ന സ്വപ്നത്തിൽ മൂത്ത പെങ്ങളുണ്ടായിരുന്നു. പടിക്കെട്ടിറങ്ങി വരുന്ന ദുഃഖിതരായ മനുഷ്യർ കുഞ്ഞുങ്ങളോട് മാത്രം ചിരിക്കുന്നതിനെപ്പറ്റി അവൾ പറഞ്ഞു തന്നു. അവളുടെ ശബ്ദത്തിൽ അപ്പുറത്തെ വീടുണ്ടായിരുന്നു. ഒരേ വീട്ടിൽ പിറന്ന അപരിചിതർ ഒടുക്കം വഴിപിരിഞ്ഞു പോയി.
അഴിച്ചുവിട്ട മൂക്കുകൾ ഇലകൾക്കടിയിൽ നിന്ന് നഷ്ടപ്പെട്ടതിൻ്റെ മണം പിടിക്കുന്നു. എല്ലാവരുടെയും ഉറക്കത്തിൽ അടുക്കളയിൽ വെള്ളമിറ്റുന്നതിൻ്റെ കണ്ണീർ വാൽവുണ്ട്. പാതിരാത്രിയിലെ വിശപ്പിൽ കത്താൻ മടിച്ച ഗ്യാസ് അടുപ്പിൻ്റെ കിതപ്പും മണവും. നൂഡിൽസിൻ്റെ വള്ളികൾ പതുക്കെ ഉറഞ്ഞു തുടങ്ങുന്നു. അപ്പുറത്തെ വീട്ടിലേക്ക് ഞാൻ ബൈക്ക് ഓടിച്ചെത്തുന്നു. ഉറ്റവരെ ഉണർത്താതെ ഉമ്മറത്ത് കിടക്കുന്നു. അകത്തുള്ളയാൾ ഉറക്കത്തിൽ മരിച്ചത് ഞാൻ അറിയുന്നില്ല. വലിച്ചു കെട്ടിയ പന്തലിൽ പരിചയിച്ച മുഖങ്ങൾ കരയുന്നതിൻ്റെ മുഴക്കം. നൂഡിൽസിൻ്റെ വള്ളികൾ ഇരുമ്പ് നൂലുകളായി. അവളുടെ മണം പിടിക്കാൻ മൂക്കിൻ്റെ സ്ഥാനത്ത് 2 നായകളെ വളർത്തി. അതുങ്ങൾ അപ്പുറത്തെ വീടിന് നേരെ കുരയ്ക്കുന്നു. പരിചയമില്ലാത്തവരുടെ ആദ്യ രാത്രിയിൽ തുള്ളിക്കളിക്കുന്ന മൗനങ്ങളുണ്ടായി. അപ്പുറത്തെ വീടിൻ്റെ മണിയറ സമയത്തിൻ്റെ മുങ്ങിക്കപ്പലായി. കുപ്പായത്തിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോയ രാത്രി വീണ്ടും ആവർത്തിക്കുന്നു. എനിക്ക് മാത്രമായി ഉടുപ്പു തുന്നുന്ന ആളായിരുന്നില്ല ഞാൻ. ഞങ്ങളുടെ ശരീരം തുരുമ്പിക്കാത്ത തയ്യൽ മെഷീനായിരുന്നു. അപ്പുറത്തെ വീട് സൂചി കൊണ്ട് മുറിഞ്ഞ കുപ്പായവും. 3-ാമതും 2-ാമതും 4-ാമതും ആളുകൾ മരിച്ചതിൻ്റെ നിലവിളി അപ്പുറത്തെ വീട്ടിൽ അടക്കം ചെയ്തിരിക്കുന്നു. അതിൽ എനിക്ക് വേണ്ടി കരഞ്ഞവർ ആരൊക്കെയെന്ന് ഒരു തിട്ടവുമില്ല. നൂഡിൽസിൻ്റെ ഇരുമ്പ് നൂലുകൾ വേർപെടുത്താൻ ഈ ഫോർക്ക് മതിയാവുമെന്നും തോന്നുന്നില്ല. താങ്ക് യു. ശ്രീമതി ആര്യാംബിക. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായാണ് പങ്കെടുക്കുന്നത്. അതിൻ്റെ സന്തോഷം ഏവരുമായി പങ്കുവയ്ക്കുന്നു. ഇതിനു മുമ്പ് 2-ാമതാണ് വടകരയിലെത്തുന്നത്. ഇതിനു മുമ്പ് എത്തിയത് വർഷങ്ങൾക്ക് മുമ്പ് കവിത വിളിച്ചിട്ട് തന്നെയായിരുന്നു. 2005 VT കുമാരൻ മാസ്റ്ററുടെ പേരിലുള്ള പുരസ്കാരം സ്വീകരിക്കാൻ. ആ അനുഭവവും സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. കവിതയുടെ പേര് ഓറഞ്ച് അലേർട്ട്. ഒറ്റയൊരുമ്മയ്ക്കായി ദാഹിക്കും ചുണ്ടുകൾ ഒട്ടിപ്പിടിച്ചതാണോറഞ്ച്. അല്ലിയായുള്ളിലടുങ്ങിയൊതുങ്ങുന്നു കല്ലിച്ചുറയുന്ന തീനാളം. നാരുനാരായി പിരിയുമൊരായിരം ഭൂപടരേഖകളാൽ വരിഞ്ഞ് ഇല്ലാത്തൊരച്ചുതണ്ടിന്മേൽ കുടുങ്ങുന്ന തെല്ലുചളുങ്ങിയ ഭൂഗോളം. സംശയമെങ്കിൽ പൊളിച്ചു നോക്കൂ, കണ്ണിൽ നിശ്ചയം നീറ്റൽ തുടങ്ങും. എങ്കിലും വീണ്ടും വലിച്ചടുപ്പിച്ചേക്കാം മൂക്കുരുമ്മും വശ്യഗന്ധം. നെഞ്ചു പിളർന്നു കാട്ടും ചില സ്നേഹങ്ങൾ വഞ്ചന പെറ്റവരല്ലെന്ന് നാവിൽ തടയാം കുരുവംശജരുടെ ഭാവി തലമുറ അങ്ങിങ്ങ്. നാരിത്രമേലകത്തുള്ളവരാകുമോ നാരകമെന്ന കുടുംബം. പഞ്ഞിനൂലിൽ കുരുങ്ങിത്തിളങ്ങും തരിമഞ്ഞിൻ്റെ മുത്ത് മൊഴിയാം. അല്ലീലല്ലീലാകെ മധുരങ്ങൾ, ഉള്ളലിവുള്ള തേന്നാളങ്ങൾ. അല്ലീലല്ലീലാകെ മധുരങ്ങൾ, ഉള്ളലിവുള്ള തേന്നാളങ്ങൾ. അല്ല ചുണ്ടിന്മേലും കാട്ടുതീജ്വാലകൾ, ചില്ല കരിഞ്ഞതിൻ ചിത്രങ്ങൾ. പൊള്ളച്ച വേനൽ പൊരിച്ചിലിനെ മലവെള്ളക്കുരുതിയിലാഴ്ത്താം. പൊള്ളച്ച വേനൽ പൊരിച്ചിലിനെ മലവെള്ളക്കുരുതിയിൽ ആഴ്ത്താം. ഗന്ധങ്ങളെല്ലാം അഴിഞ്ഞൊടുക്കം വെറും തൊണ്ടായി ഉടൽ ചീയുവോളം.
ഗന്ധങ്ങളെല്ലാം അഴിഞ്ഞൊടുക്കം വെറും തൊണ്ടായി ഉടൽ ചീയുവോളം. നന്ദി. ശ്രീമതി സുഷമ ബിന്ദു. എല്ലാവർക്കും നമസ്കാരം. കവിതയുടെ പേര് തെളിവുകളുടെ അഭാവത്തിൽ. വേരുകൾ പുറപ്പെടുമ്പോൾ മരം അവിടെ ഉണ്ടായിരുന്നു. ഇലകളും പൂക്കളും കിളികളും ഉണ്ടായിരുന്നു. വേരുകൾ പുറപ്പെടുമ്പോൾ മരം അവിടെ ഉണ്ടായിരുന്നു. ഇലകളും പൂക്കളും കിളികളും ഉണ്ടായിരുന്നു. വെള്ളവുമായി അവ തിരിച്ചു വരുമ്പോൾ മരമില്ല, കിളികളും ചിത്രശലഭങ്ങളും പൂക്കളുമില്ല. ഉള്ളത് അവയുടെ മുറിവുകൾ മാത്രം. വെള്ളവുമായി അവ തിരിച്ചു വരുമ്പോൾ മരമില്ല, കിളികളും ചിത്രശലഭങ്ങളും പൂക്കളുമില്ല. ഉള്ളത് അവയുടെ മുറിവുകൾ മാത്രം. പറിച്ചു മാറ്റുന്ന യന്ത്രത്തെ അത് കൈകൂപ്പി തൊഴുതിരിക്കണം. മരങ്ങളൊന്നും അത്രയ്ക്ക് മരങ്ങളല്ല. തടിയുടെ കടുപ്പമൊന്നും അവയ്ക്കില്ല. പറിച്ചു മാറ്റുന്ന യന്ത്രത്തെ അത് കൈകൂപ്പി തൊഴുതിരിക്കണം. മരങ്ങളൊന്നും അത്രയ്ക്ക് മരങ്ങളല്ല. തടിയുടെ കടുപ്പമൊന്നും അവയ്ക്കില്ല. നിൽക്കാനുള്ള ഇടത്തിനു വേണ്ടി നിലവിളിച്ചിരിക്കണം. ഭൂമിയിൽ കമഴ്ന്നു വീണ് ഇല തല്ലി വിതുമ്പിയിരിക്കണം. നിൽക്കാനുള്ള ഇടത്തിനു വേണ്ടി നിലവിളിച്ചിരിക്കണം. ഭൂമിയിൽ കമഴ്ന്നു വീണ് ഇല തല്ലി വിതുമ്പിയിരിക്കണം. മണ്ണിനടിയോളം എത്തുമോ ഇടമില്ലാത്തവരുടെ നിലവിളി? മണ്ണിനടിയോളം എത്തുമോ ഇടമില്ലാത്തവരുടെ നിലവിളി? ഇവിടെയൊരു മരമുണ്ടായിരുന്നുവെന്ന വേരുകളുടെ കടച്ചിൽ ആരും കേൾക്കാത്തത് അവ മണ്ണിനടിയിലായതുകൊണ്ടല്ല. ഇവിടെയൊരു മരമുണ്ടായിരുന്നുവെന്ന വേരുകളുടെ കടച്ചിൽ ആരും കേൾക്കാത്തത് അവ മണ്ണിനടിയിലായതുകൊണ്ടല്ല. തെളിവായി കാണിക്കാൻ അവയ്ക്ക് മറ്റൊന്നുമില്ലല്ലോ. ഇവിടെ ഒരു മരമുണ്ടായിരുന്നുവെന്ന വേരുകളുടെ കടച്ചിൽ ആരും കേൾക്കാത്തത് അവ മണ്ണിനടിയിലായതുകൊണ്ടല്ല. അനുഭവിച്ച തണലല്ലാതെ തെളിവായി കാണിക്കാൻ അവയ്ക്ക് മറ്റൊന്നുമില്ലല്ലോ. അനുഭവിച്ച തണലല്ലാതെ തെളിവായി കാണിക്കാൻ അവയ്ക്ക് മറ്റൊന്നുമില്ലല്ലോ. തണലാണെങ്കിൽ അത് ഇപ്പോഴില്ലല്ലോ, ഇനി ഒരിക്കലുമില്ലല്ലോ. ആ തണലാണെങ്കിൽ ഇപ്പോഴില്ലല്ലോ, ഇനി ഒരിക്കലുമില്ലല്ലോ. ഒരു കവിത കൂടി, അവിഹിതം. പണിതിട്ട് പൂട്ടിയിട്ട് ആളുകൾ ഇറങ്ങിപ്പോയിട്ട് നാളുകളേറെ ആയിരിക്കണം. പണിതിട്ട് പൂട്ടിയിട്ട് ആളുകൾ ഇറങ്ങിപ്പോയിട്ട് നാളുകളേറെ ആയിരിക്കണം. തുറക്കാനാഞ്ഞതേയുള്ളൂ, പുറത്തേക്ക് കുത്തിയൊഴുകി വാതിലുകൾക്കിടയിൽ വിങ്ങി നിൽക്കുകയായിരുന്ന വീട്. തുറക്കാനാഞ്ഞതേയുള്ളൂ, പുറത്തേക്ക് കുത്തിയൊഴുകി വാതിലുകൾക്കിടയിൽ വിങ്ങി നിൽക്കുകയായിരുന്ന വീട്. വഴികളൊക്കെയും എളുപ്പമായിരുന്നു. കാറ്റായും ജലമായും വെളിച്ചമായും അകത്തു കടക്കാമായിരുന്നു. ചൂടായും തണുപ്പായും ഉള്ളു തൊടാമായിരുന്നു. വഴികളൊക്കെയും എളുപ്പമായിരുന്നു. കാറ്റായും ജലമായും വെളിച്ചമായും അകത്തു കടക്കാമായിരുന്നു. ചൂടായും തണുപ്പായും ഉള്ളു തൊടാമായിരുന്നു. മറ്റാരും ഗൗനിക്കാത്ത പഴുതുകൾ വലുതാക്കി അയാൾ അകത്തു കടന്നിരിക്കുന്നു. മറ്റാരും ഗൗനിക്കാത്ത പഴുതുകൾ വലുതാക്കി അയാൾ അകത്തു കടന്നിരിക്കുന്നു. ഒരു കവിത കൂടി, എല്ലാ രാത്രികളും. അവളെ വരച്ച് അവസാനത്തെ മിനുക്കുപണി തീർത്ത് ചാഞ്ഞും ചരിഞ്ഞും നോക്കി പിൻവാങ്ങും മുമ്പ് ദൈവത്തിൻ്റെ ബ്രഷിൽ നിന്നൊരു തുള്ളിയിറ്റി അവളുടെ കവിളിൽ വീണു. ആ കൈപ്പിഴയിൽ പിൽക്കാലത്ത് അവളെ അടയാളപ്പെടുത്തി ലോകം. ഏറെ തിരയേണ്ടി വന്നില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇടതു കവിളിൽ കാക്കപ്പുള്ളി എന്ന് SSLC ബുക്കിൽ രേഖപ്പെടുത്തി നിവർന്നിരുന്നു ഹെഡ് മാസ്റ്റർ. ഏറെ തിരയേണ്ടി വന്നില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇടതു കവിളിൽ കാക്കപ്പുള്ളി എന്ന് SSLC ബുക്കിൽ രേഖപ്പെടുത്തി നിവർന്നിരുന്നു ഹെഡ് മാസ്റ്റർ. കവിളിലൊരു കാക്കയിരിക്കും പോലെയെന്ന് പിണക്കകാലങ്ങളിൽ കൊഞ്ഞനും കുത്തി കൂട്ടുകാരികൾ. അവൾ വളരും തോറും അതും വളർന്നു.
അവളെ കാമിച്ചവരൊക്കെയും നീന്തിത്തുടിച്ച നീലത്തടാകം. പ്രണയനൈരാശ്യത്താൽ യുവാക്കൾ ആത്മഹത്യ ചെയ്യാൻ ഊഴം കാത്തുനിന്ന കരിമ്പാറക്കെട്ട്. പ്രണയകാലങ്ങളിൽ അവളെ കണ്ടുമുട്ടാറുള്ള ഏകാന്തതയുടെ ഇരുണ്ട ഇടനാഴി. വിവാഹശേഷം അവർ മധുവിധു ആഘോഷിച്ച നിബിഡ വനങ്ങളുള്ള കായൽ തുരുത്ത്. പകലിലൊരു നുള്ളു രാത്രി, തെളിഞ്ഞ ആകാശത്തിലെ ഒരു കുഞ്ഞു കാർമേഘം, അവളുടെ അരികിലെത്തുന്നവരൊക്കെയും ഭയന്ന ബർമുഡ ട്രയാങ്കിൾ. ആ കാക്കപ്പുള്ളി തൊട്ട് കണ്ണെഴുതി തുടുത്തു നിന്നു അക്കാലത്തെ മൂവന്തികൾ. അതു തൊട്ട് മുടി കറുപ്പിച്ച് യുവാക്കളായി വൃദ്ധരെല്ലാം. പതുക്കെ പതുക്കെ ഇരുണ്ടിരുണ്ട് അത് രാത്രിയാവുകയായിരുന്നു. ഇപ്പോൾ എല്ലാ രാത്രികളും അവളുടെ കവിളിലെ കാക്കപ്പുള്ളി. അതേ കാക്കപ്പുള്ളിയിൽ ഇന്നും പ്രപഞ്ചം ഉറങ്ങുന്നു, ഇണചേരുന്നു, സ്വപ്നങ്ങൾ കാണുന്നു, പുനർജനിയിൽ നിന്നെന്ന പോലെ രാവിലെ തളിർത്തെണീക്കുന്നു. ഇപ്പോൾ എല്ലാ രാത്രികളും അവളുടെ കവിളിലെ കാക്കപ്പുള്ളി. അതേ കാക്കപ്പുള്ളിയിൽ ഇന്നും പ്രപഞ്ചം ഉറങ്ങുന്നു, ഇണചേരുന്നു, സ്വപ്നങ്ങൾ കാണുന്നു, പുനർജനിയിൽ നിന്നെന്ന പോലെ രാവിലെ തളിർത്തെണീക്കുന്നു. നന്ദി. ദുർഗാപ്രസാദ്. എല്ലാവർക്കും നമസ്കാരം. കണുവായ് ചുടുകാട്ടിൽ. കണുവായ് ചുടുകാടിരുട്ടിനെ പകരുകയാണൊരു ചില്ലു ഗ്ലാസിൽ ഞാൻ. കണുവായ് ചുടുകാടിരുട്ടിനെ പകരുകയാണൊരു ചില്ലു ഗ്ലാസിൽ ഞാൻ. പെരിയോരെരിയുന്ന പട്ടടയ്ക്കരികിലിരുന്നൊരു പാതിരാത്രിയിൽ. പെരിയോരെരിയുന്ന പട്ടടയ്ക്കരികിലിരുന്നൊരു പാതിരാത്രിയിൽ. എരിചേർത്തു പുഴുങ്ങിവച്ചതാം കടല ചവച്ചു ചിരിച്ചിടുന്ന നീ. ഭയമോടെഴുന്നേറ്റു നോക്കി നായ്ക്കുരയുയരുന്നു വടക്കുകാട്ടിലായി. കുതികൊണ്ടൊരു രാജപാളയം തിരയുകയാണിരയാര് നമ്മളോ. വിളമാന്തിയ കാട്ടുപന്നിയോ തിരുടാനെത്തിയ നാട്ടുമക്കളോ. കുതികൊണ്ടൊരു രാജപാളയം തിരയുകയാണിരയാര് നമ്മളോ. വിളമാന്തിയ കാട്ടുപന്നിയോ തിരുടാനെത്തിയ നാട്ടുമക്കളോ. ഉടലാകെ മുറിഞ്ഞ പോലെ പൂങ്കുലകൾ വിടർത്തിയ കാട്ടുതെച്ചികൾ മറയാക്കി മറഞ്ഞിരുന്നു കാൽപ്പെരുമാറ്റങ്ങൾ അടുത്ത മാത്രയിൽ. ഉരുവത്തെ ഇരുട്ടിലാഴ്ത്തിടാം മണമോ പമ്മിയൊളിച്ചിരിക്കിലും. ഇരുളിൻ്റെ കിതച്ച നാവു നീണ്ടരിക വരുന്നു വിറച്ചു കാലുകൾ. ഉരുവത്തെ ഇരുട്ടിലാഴ്ത്തിടാം മണമോ പമ്മിയൊളിച്ചിരിക്കിലും. ഇരുളിൻ്റെ കിതച്ച നാവു നീണ്ടരിക വരുന്നു വിറച്ചു കാലുകൾ. ഇടതിങ്ങിയ വാഴകൾക്കിടക്കിരുകുഴൽ നീട്ടിയ നാട്ടുതോക്കുമായി. തിരുനെറ്റിയിലുള്ള കൺതുറന്നൊളി ചിതറും മരണം വരുന്നുവോ. ഇടതിങ്ങിയ വാഴകൾക്കിടക്കിരുകുഴൽ നീട്ടിയ നാട്ടുതോക്കുമായി. തിരുനെറ്റിയിലുള്ള കൺതുറന്നൊളി ചിതറും മരണം വരുന്നുവോ. വിരലൂന്നിയിരുന്നു നീങ്ങി മാങ്കരിയില പോലും ഉണർന്നിടാതെ. വിരലൂന്നിയിരുന്നു നീങ്ങി മാങ്കരിയില പോലും ഉണർന്നിടാതെ. മുൾച്ചെടി മാന്തിയ നീറ്റലേറ്റിറങ്ങുകയാണ് ആകെയുരഞ്ഞ മേലുമായി. ഇഴയുന്നു കറുത്ത ചോല തൊട്ടരികിൽ അനക്കമകന്നു പോയതായി കരുതി മതി പോകലാം വലംപുരികം പൊക്കി അടുത്തു വന്നു നീ. ഇഴയുന്നു കറുത്ത ചോല തൊട്ടരികിൽ അനക്കമകന്നു പോയതായി കരുതി മതി പോകലാം വലംപുരികം പൊക്കി അടുത്തു വന്നു നീ. അവസാനമൊഴിച്ചു വെച്ച പെഗ്ഗൊരു വലി കൊണ്ടു കുടിച്ചു നാം തിരിച്ചൊഴുകി. വെടിയൊച്ച പിന്നിൽ നീ തുളതിരയുന്നു പിടച്ച നെഞ്ചിലായി. അവസാനമൊഴിച്ചു വെച്ച പെഗ്ഗൊരു വലി കൊണ്ടു കുടിച്ചു നാം തിരിച്ചൊഴുകി. വെടിയൊച്ച പിന്നിൽ നീ തുളതിരയുന്നു പിടച്ച നെഞ്ചിലായി. ഭയമോടെ തിരിഞ്ഞു ഞാൻ
കനൽ പൊരി ചിതറി പുകയും ചിതയ്ക്കുമേൽ ഭയമോടെ തിരിഞ്ഞു ഞാൻ കനൽ പൊരി ചിതറി പുകയും ചിതയ്ക്കുമേൽ തലയൊട്ടി ചിരിച്ചു തീ പടർന്നിളകി കിഴക്കു ചിലച്ചു പക്ഷികൾ. നന്ദി. അടുത്തതായി VB രഞ്ജിത്ത്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത്. ഇങ്ങനെയൊരു വേദി എനിക്ക് തന്നതിൽ വളരെയേറെ സന്തോഷവും എൻ്റെ കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. കഴിഞ്ഞ മലയാള മനോരമ ഓർത്തൂസ് പരിപാടിയിൽ എനിക്ക് അവാർഡിന് അർഹയായ ഒരു കവിതയാണ് ഞാനിവിടെ ആലപിക്കുന്നത്. കവിതയുടെ പേര് യാത്രാമൊഴി. യാത്ര ചൊല്ലുന്നു ഞാൻ ഇനി എൻ്റെ ഏകാന്തതയിലലിഞ്ഞ് ഒരു മഞ്ഞു തുള്ളിയായി മാറിയിടുവാൻ. യാത്ര ചൊല്ലുന്നു ഞാൻ ഇനി എൻ്റെ ഏകാന്തതയിലലിഞ്ഞ് ഒരു മഞ്ഞു തുള്ളിയായി മാറിയിടുവാൻ. കരളിലുടക്കിയ സ്നേഹവും വാത്സല്യവും ഇന്നോളം എന്നെ കൊതിപ്പിച്ച വിഭ്രമലോകവും വിട്ടു ഞാൻ ഇനി യാത്ര ചൊല്ലുന്നു. കരളിലുടക്കിയ സ്നേഹവും വാത്സല്യവും ഇന്നോളം എന്നെ കൊതിപ്പിച്ച വിഭ്രമലോകവും വിട്ടു ഞാൻ ഇനി യാത്ര ചൊല്ലുന്നു. ഈറനണിഞ്ഞ പുലരിയും വർണ്ണമേലാപ്പു ചാർത്തിയ സന്ധിയും. ഈറനണിഞ്ഞ പുലരിയും വർണ്ണമേലാപ്പു ചാർത്തിയ സന്ധ്യയും കാവും കുളവും ഈ മരച്ചോലയും എൻ്റെ കൗമാര സ്വപ്നങ്ങളിൽ എന്നോടൊരുമിച്ച് ഉല്ലസിച്ചൊരാ പുൽമേടുകളും എൻ്റെ സ്വപ്നത്തിലെന്നും മാതൃവാത്സല്യം നിറയ്ക്കുന്നൊരീ മണ്ണും മാധുര്യമൂറുന്നൊരോർമ്മയായി മാറവേ ഇനി യാത്ര ചൊല്ലുന്നു. തത്തിക്കളിച്ചെത്തുന്നു കാറ്റ് ഇത്തിരി കിന്നാരമോദിയകലുന്നു. തത്തിക്കളിച്ചെത്തുന്നു കാറ്റ് ഇത്തിരി കിന്നാരമോദിയകലുന്നു. വീണ്ടുമെൻ ബാല്യം മനസ്സിലെത്തുന്നു. തളിരിട്ട മോഹങ്ങൾ വേനൽ കിനാവുകൾ. തളിരിട്ട മോഹങ്ങൾ വേനൽ കിനാവുകൾ. എന്തിനോ എന്നെയുണർത്തിയ വർഷതാളങ്ങൾ. കുളിരൂറും വൃശ്ചികരാവുകൾ. ഇനിയൊടുങ്ങട്ടെ സ്വപ്നങ്ങളെന്നിൽ. ഇനിയൊടുങ്ങട്ടെ സ്വപ്നങ്ങളെന്നിൽ. ഉണരാതെയുറയട്ടെ ഭീതിതൻ കറുത്ത കരാളരൂപങ്ങൾ. യാത്ര ചൊല്ലുന്നു ഞാൻ ഇനി എൻ്റെ ഏകാന്തതയിലലിഞ്ഞ് ഒരു മഞ്ഞു തുള്ളിയായി മാറിയിടുവാൻ. നന്ദി, നമസ്കാരം. നാലേ കാല് വരെ സമയം ഉണ്ട്. 4:15 മുമ്പ് ആയോ? 4:16 ആയോ? അപ്പോൾ സമയം തീർന്നു. എന്തെങ്കിലും കവികളോട് ചോദിക്കണം എന്നുള്ളവർക്ക് ചോദിക്കാം. കവിത വളരെ സാന്ദ്രീകരിക്കപ്പെട്ട ഒരു സംഗതിയാണ്. വളരെ കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമാണ്. നിങ്ങളുടെ കാര്യമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, നിങ്ങളെ നല്ലോണം ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് ആ ലിറ്റററി ഓബ്ജക്റ്റ് വ്യക്തമാവുള്ളൂ. അതായത് കവിതയുടെ ലിറ്റററി ഓബ്ജക്റ്റ്, കാവ്യവസ്തു എന്ന് പറയുന്നത് വായനക്കാരനും എഴുത്തുകാരനും തമ്മിലുള്ള ഒരു സംശ്ലേഷണത്തിൻ്റെ ഫലമാണ്. കഥയോ മറ്റോ TV സിനിമയോ കാണുന്ന പോലെ ഈസി ആയിട്ട് അത് ശ്രദ്ധിക്കാൻ അത് നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ മലയാള കവിതയിൽ മലയാള കവിതാ ലോകത്ത് തങ്ങളുടേതായിട്ടുള്ള ചെറിയ ചെറിയ ഇടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ആളുകളാണ്.
ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ മലയാള കവിതാ മണ്ഡലത്തിൽ ഒരു ഇഞ്ച് സ്വന്തമായി കിട്ടാൻ ജീവിതം കൊടുക്കേണ്ട അവസ്ഥയാണ്. വെറുതെ ഒന്നും കിട്ടുകയില്ല. ഈ നേരം കൊണ്ട് ഇത്രയും വർഷം കവിതാരംഗത്ത് പണിയെടുക്കുകയും വായിക്കുകയും അതിനുവേണ്ടി സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന നേരത്തെ ആരെങ്കിലും വല്ല സ്പോർട്സിനോ വല്ല സിനിമാ രംഗത്തോ ഒക്കെ പോയിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ പണവും കിട്ടും, പ്രശസ്തിയും കിട്ടും, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ഇവിടെ ഇത്രയും പേര് ഒരു രാഷ്ട്രീയ അക്രമത്തിനോ കൈവെട്ടാനോ കാലുവെട്ടാനോ ഒന്നും പോകാതെ ഈ ചെറുപ്പക്കാർ കവിത എഴുതല്ലേ ചെയ്യുന്നുള്ളൂ, വേറെ അപകടമൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്നിട്ടും ഈ പാവം കവികളെ എല്ലാവരും കുറ്റം പറയുകയാണ്. എന്താണ്, കവികളെ ഒരു മോശമായിട്ട് ഒരു പരിഹാസത്തോടെയാണ് ആളുകൾ കാണുന്നത്. അവർ ചെയ്യുന്ന കുറ്റം എന്താ? ഈ കവിത എഴുതുന്ന നേരെങ്കിലും അവർ രാഷ്ട്രീയ അക്രമം ചെയ്യാതെ നടക്കില്ലേ? കൈവെട്ടാൻ പോവില്ലല്ലോ, സാമുദായിക സംഘർഷത്തിന് പോകുന്നില്ലല്ലോ, വർഗീയ സംഘർഷത്തിന് പോകുന്നില്ലല്ലോ. അവർ ഇതെല്ലാം എഴുതുന്നുള്ളൂ. അതാണ് ഇവിടെ ഏറ്റവും വലിയ കുറ്റമായിട്ട് കാണുന്നത്. ഇവിടെ ബാക്കി എല്ലാ തൊഴിൽ രംഗത്തും ഉദ്യോഗസ്ഥ രംഗത്തും അഴിമതിയും അക്രമവും കൊലപാതകവും ഒക്കെ ഉണ്ട്. അതൊന്നും ഒരാൾക്കൊരു കുറ്റമല്ല. പാവം കവികൾ കവിത എഴുതുന്നുള്ളതാണ് കുറ്റം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അത്രമാത്രം ഈ കവികളെല്ലാം തങ്ങളുടേതായിട്ടുള്ള ഓരോ ഇഞ്ച് ഓരോ സ്പോട്ട് കവിതാമണ്ഡലത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളവരാണ്. അപ്പോൾ ആ കവികളോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നന്ദി പറയാൻ മുനീർ ഓക്കെയെ ക്ഷണിക്കുന്നു. സോറി, നന്ദി അർപ്പിക്കുവാൻ വേണ്ടി ഹാജറ മേഡത്തെ ക്ഷണിക്കുന്നു. പിന്നെ ഗാനാലാപനത്തോടു കൂടിയുള്ള കവിതയാണ് പണ്ട് കാലത്ത് ഞങ്ങൾ കേട്ടിരുന്നത്. ഇപ്പോൾ പുസ്തകം വായന പോലുള്ള കവിതയും ഗാനാലാപനത്തോടുള്ള കവിതയും രണ്ട് തരത്തിലുള്ള കവിതകളാണ് ഇപ്പോൾ ഇവിടെ കേൾക്കാനിടയാത്. അതുകൊണ്ട് ഈ കവിതകൾ യഥാർത്ഥ സംഗീതാത്മക കിട്ടുന്നില്ല. അതിന് കാരണമെന്ത്? ഇത് എന്നോടുള്ള ചോദ്യമാണോ അതോ എസ്കലേഷനോട് ചോദ്യമായിരിക്കും? എസ്കലേഷൻ ആർക്കെങ്കിലും പറയാനാണ് മറുപടി? ഇവിടെ വേറെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട്, എന്നെ പോലുള്ള വയസ്സായിട്ടുള്ള ആളുകൾ വിളിക്കണമെന്നില്ല. ചെറുപ്പക്കാരത് എവിടെ ഉണ്ട്? സുഷമ, ആർക്കെങ്കിലും പറയാനുണ്ടോ? കവിത എന്ന് പറയുന്നത് സംഗീതമല്ല, അല്ലല്ലോ. കവിത ഗദ്യത്തിലും എഴുതാം, പദ്യത്തിലും എഴുതാം. അത് കവിതയാവണമെന്ന് മാത്രമേ ഉള്ളൂ. 4 അണയ്ക്ക് മുറുക്കാനും 4 സോപ്പും എടുക്കടൂ. ബാലശിക്ഷയ്ക്ക് അലട്ടുന്നു ബാലപുത്രി സരസ്വതി. അലട്ട് തീർത്ത് വിട്ടേക്കൂ, വില പിന്നെ തരാമിടൂ. ഇങ്ങനെ പറഞ്ഞാൽ അതിൽ കവിതയുണ്ടോ? അതിന് ഇഷ്ടപൂർവത്താണ്. കവി കെ പരമേശ്വരക്കുറുപ്പെന്ന് ഇവിടെ പേർ പറയുന്നൊരു ഈ മനുഷ്യൻ ഭുവി കേവലം നിത്യവൃത്തി കാക്ഷിച്ച് അവിടേക്ക് കൊണ്ടുവരുന്നു ജീവനാർത്ഥം. ഒരുമാതിരി കയ്യെഴുത്ത് നന്നെന്ന് ഒരു പിടി ഭള്ളിവൻ ഇല്ല എന്നുമില്ല. പെരുമാറ്റ വഴിക്ക് കൊണ്ടുപോയാൽ ഒരു ഭാഷയ്ക്ക് ഇവനും കഴിഞ്ഞുകൂടും. കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ഒരാൾക്ക് റെക്കമെൻഡേഷൻ ലെറ്റർ എഴുതിയതാ. ഇങ്ങനെയാണ്. എന്താണ് ഈ അത്യാവശ്യം കവിത എഴുതുന്ന ഒരാൾ, കവി കെ പരമേശ്വരക്കുറുപ്പെന്ന് ഇവിടെ പേർ പറയുന്നൊരു ഈ മനുഷ്യൻ ഭൂമിയിൽ കേവലം നിത്യവൃത്തി കാക്ഷിച്ചിട്ട് ഒരു ജോലി കാക്ഷിച്ചിട്ട് അവിടേക്കുണ്ട് വരുന്ന ജീവനാർത്ഥം. ഞാൻ ഒരു കത്തെഴുതി കൊടുക്കുകയാണ്. അവൻ്റെ കയ്യെഴുത്ത് അത്രയും നല്ലതാ. ഒരുമാതിരി കയ്യെഴുത്ത് നന്നെന്ന് ഒരു പിടി ബള്ളി ഇവനില്ല എന്നുമില്ല. അവൻ്റെ കയ്യെഴുത്ത് നല്ലതാണെന്ന് അവനൊരു വിചാരം ഇല്ലായില്ല. പെരുമാറ്റ വഴിക്ക് കൊണ്ടുപോയാൽ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ ഒരു ഭാഷയ്ക്ക് ഒരു വിധത്തിൽ ഇവനും കഴിഞ്ഞുകൂടും എന്നിട്ടൊരു കത്തെഴുതി കൊടുത്തു. ഇത് നല്ല പദ്യത്തിലാണ്. ഇതിൽ കവിതയുണ്ടോ? ബാലശിക്ഷ എന്ന് പറയുന്നത്, ബാലശിക്ഷ എന്നൊരു പുസ്തകമാണ്. ബാലശിക്ഷയ്ക്ക് അലട്ടുന്നു ബാലപുത്രി സരസ്വതി. എൻ്റെ ഇളയ മോള് ഈ പുസ്തകം മേടിക്കാനായിട്ട് അലട്ടുന്നു. അലട്ട് തീർത്ത് വിട്ടേക്കൂ, വില പിന്നെ തരാമിടൂ എന്ന് പറഞ്ഞു. അതിനിഷ്ടവൃത്ത. അത് പദ്യത്തിലാണ്. ഇത് കവിതയാണോ? അല്ലല്ലോ. അപ്പോൾ പദ്യത്തിൽ എഴുതിയതുകൊണ്ട് കവിതയാവണമെന്നൊന്നുമില്ല. പണ്ട് കാലത്ത് വർത്തമാനം പറഞ്ഞിരുന്നത് അങ്ങനെയായിരുന്നു. അത് റെക്കമെൻഡേഷൻ ലെറ്റർ പദ്യത്തിലാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പദ്യത്തിലായതുകൊണ്ടെല്ലാം കവിത ആയിക്കൊള്ളുന്നില്ല. പദ്യം തന്നെയായിരിക്കും, പദ്യമല്ല കവിത എന്നുള്ളതാണ് ഇതിന് പരമ്പര ഉള്ള മറുപടി. ഇത് വളരെ പണ്ട് എല്ലാവരും പറയാറുള്ളത് തന്നെയാണ്. അത് തന്നെ ഇവിടെ പറയേണ്ടി വന്നു എന്ന് മാത്രം. ഓക്കെ. എൻ്റെ നാട്ടിലൊരാൾ, പിന്നെ പ്രായമുള്ള ഒരാൾ ഒരു 4 വരി ചൊല്ലിയിട്ട് പറയും, ഇതല്ല കവിത, കവിത വേറെ എഴുതില്ല,
പാരം ബ്യൂട്ടി ജ്വലിച്ചിടും തരുണിമണികളിൽ ഫസ്റ്റ് ക്ലാസ്സായ നിന്നെ നേരെ മാരേജ് ചെയ്യാൻ November 14 ട്യൂസ്ഡേ മൈ ഫാദർ ഫിക്സ് ചെയ്ത് അങ്കിൾ അഡ്ജസ്റ്റ് ചെയ്ത് ദെർഫോർ നീയും റെഡിയായി അഖില സുഖപരവശയെ പാർക്കണം നിൻ്റെ ഹൗസിൽ എന്നിട്ട് ചൊല്ലിയിട്ട് പറയാറുണ്ട്. ഇതല്ല കവിത, കവിത വേറെ എന്ന് പറയാൻ വേണ്ടി സ്ഥിരമായി പറയാറുള്ള പല ഭാഷ ചേർത്തിട്ടുള്ള. അതുകൊണ്ട് കവിത ഉള്ളനക്കങ്ങളുള്ളതാണ്. അത് ബാഹ്യമായ തലത്തിൽ മാത്രമല്ല, ഉള്ളനക്കം വളരെ പ്രധാനമാണ്. അത് മനസ്സിലാവും, കവിത വായിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചറിയും. കടത്തനാട് ഫെസ്റ്റിൻ്റെ 3ാം പതിപ്പായ ഈ അവസരത്തിൽ കേരളത്തിലെ അറിയപ്പെടുന്ന കവികൾ ഇവിടെ കവിത അവതരിപ്പിക്കുകയുണ്ടായി. ഗദ്യകവിതയും പദ്യകവിതയുമായി എല്ലാവർക്കും ഹൃദ്യസ്ഥമായ ഒരനുഭൂതിയായിരുന്നു ഈ ഒരു കവിയരങ്ങ്. ഇവിടെ കവിത അവതരിപ്പിച്ച എല്ലാ കവികൾക്കും കടത്തനാട് ഫെസ്റ്റിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊള്ളുന്നു.